ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നിത്യ എഴുതിയിരിക്കുന്നൊരു മെയിലിൽ കിടക്കാം. മാഡം, എൻ്റെ പേര് നിത്യ, യഥാർത്ഥ പേരല്ല. 27 വയസ്സുണ്ട്. എൻ്റെ ചേച്ചിക്ക് വയസ്സ് 30. ചേച്ചിയുടെ കല്യാണം 20ാമത്തെ വയസ്സിൽ കഴിഞ്ഞതാണ്. പക്ഷേ ഇതുവരെയും കുട്ടികളായിട്ടില്ലായിരുന്നു. ഞാൻ വീട്ടുകാരുടെ ഇഷ്ടത്തിന് വിവാഹം കഴിച്ചൊരു സ്ത്രീയല്ല. +2 കഴിഞ്ഞ് ഞാൻ ബാംഗ്ലൂരിലാണ് പഠിച്ചത്. അവിടെ വെച്ച് ഒരാളുമായിട്ട് ഞാൻ പ്രേമത്തിലായി. അയാളുടെ കൂടായിരുന്നു താമസം. കോഴ്സ് കഴിഞ്ഞ് ഞാൻ അവിടെ ജോലി ചെയ്യാൻ തുടങ്ങി. എൻ്റെ കാമുകൻ ഹൈദരാബാദിൽ നിന്നും അവിടെ സെറ്റിൽഡായ ഒരു ഫാമിലിയിലെ മൂത്ത മകനാണ്. പുള്ളി കണ്ടു കഴിഞ്ഞാൽ തെലുങ്ക് സിനിമ നടന്മാരെ പോലിരിക്കും. അങ്ങനെ കണ്ട് മോഹിച്ചാണ് ഞാൻ അദ്ദേഹവുമായി സൗഹൃദത്തിലായത്. പക്ഷേ പുള്ളിയാണ് ഇങ്ങോട്ട് പ്രപ്പോസ് ചെയ്തെങ്കിലും എനിക്ക് പുള്ളിയെ അതിനു മുമ്പേ ഒത്തിരി ഇഷ്ടമായിരുന്നു. അത്രയും നല്ലൊരു പുരുഷനെ, സൗന്ദര്യമുള്ള പുരുഷനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര റിസ്ക് എടുത്തത്. പക്ഷേ വീട്ടുകാർ കല്യാണമൊക്കെ ആലോചിച്ചപ്പോൾ എനിക്കത് തുറന്നു പറയേണ്ടി വന്നു. ഇങ്ങനെ ഒരാളുമായിട്ട് ഞാൻ ബന്ധത്തിലാണ്, അവിടെയാണ് താമസിക്കുന്നതെന്ന്. പക്ഷേ എൻ്റെ വീട്ടുകാർ 8ക്കും 7ക്കും അടുക്കുന്നില്ല. ആ ബന്ധം സമ്മതിക്കില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ച് ബാംഗ്ലൂരിലേക്ക് പോയി. അവിടെ ഒരു ഫ്ലാറ്റിലായിരുന്നു ഞങ്ങൾ ഒന്നിച്ച് താമസിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു ക്ഷേത്രത്തിൽ പോയി മാലയിട്ട് മിന്നൊക്കെ കെട്ടി വീട്ടുകാർക്ക് ഫോട്ടോ അയച്ചു കൊടുത്തു ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞെന്ന്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഫാമിലിയിൽ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഒരു പെങ്ങളാണുള്ളത്. അവളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒഫീഷ്യലി മാരേജ് ചെയ്യാം എന്നെ എന്നായിരുന്നു പുള്ളിക്കാരൻ പറഞ്ഞത്. ഒന്നിച്ച് താമസിക്കുന്നതിനൊന്നും വീട്ടുകാർക്ക് ഒരു പ്രശ്നവുമില്ല. അങ്ങനെ സുഖവും സൗകര്യവും കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും അവിടെ കഴിഞ്ഞു മാഡം. പക്ഷേ പോകെ അയാളുടെ തനിനിറം വെളിപ്പെടാൻ തുടങ്ങി. അയാൾക്കെന്നെ കല്യാണം കഴിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഞാൻ പല രീതിയിലും അയാളോട് അപേക്ഷിച്ചു. പക്ഷേ അയാളും അയാളുടെ വീട്ടുകാരും പിന്നീട് എനിക്കെതിരായിട്ടാണ് പ്രവർത്തിച്ചത്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ല. ആ കൂടി എനിക്ക് കോണ്ടാക്റ്റ് ഉള്ളത് എൻ്റെ ചേച്ചിയുമായിട്ടാണ്. ചേച്ചിക്കാണെങ്കിൽ കുട്ടികളുമില്ല. അതിൻ്റെ ദുഃഖവും നന്നായിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ മാഡം, ഒരു 7 മാസത്തിന് മുമ്പാണ് അയാൾ എന്നെ പറ്റിച്ചിട്ട് വിദേശത്തേക്ക് പോയത്. അതോടുകൂടി അവരുടെ ഫാമിലിയിൽ ഞാൻ ചെന്നിട്ടും യാതൊരു കാര്യമില്ല. പുള്ളി ഒരു സുപ്രഭാതത്തിൽ അങ്ങ് പോയില്ലേ. പിന്നീട് അവിടെ ജോലിയുണ്ട് എനിക്ക്, അത് ചെയ്ത് ജീവിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ആ ഫ്ലാറ്റൊക്കെ ഒഴിഞ്ഞ് ചെറിയൊരു മുറിയിൽ ഞാനും എൻ്റെ ഒരു കൂട്ടുകാരി കൂടായിരുന്നു താമസം. ചേച്ചിയോട് ഞാൻ പറഞ്ഞില്ല എൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെന്ന്. കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടി ജീവിക്കുകയാണ്. ഇനിയിപ്പോൾ ഉടനെയൊന്നും കുട്ടികൾ വേണ്ട എന്നുള്ളതാണ് ഞങ്ങളുടെ പ്ലാന്. വീട്ടുകാരൊക്കെ അംഗീകരിക്കട്ടെ എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഈ ഒരു സമയത്ത് എനിക്ക് ദുഃഖം സഹിക്കാൻ വയ്യാതായി. ഞാൻ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് ചേച്ചിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ചേച്ചിയോട് പറഞ്ഞു, നീ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലാമെന്ന് വിചാരിക്കേണ്ട. കാര്യം നീ അവനെ ഉപേക്ഷിച്ചെന്ന് പറഞ്ഞാലും അച്ഛനും അമ്മയ്ക്കും ബന്ധുക്കൾക്കും ആർക്കും ഇഷ്ടമാകില്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യ്, നീ ഇങ്ങോട്ട് പോരെ. ഞാനിപ്പോൾ ചെന്നൈയിലാണല്ലോ. ഇവിടെ നിനക്ക് നല്ലൊരു ജോലി ചേട്ടൻ വാങ്ങിച്ചു തരും. നിനക്കിവിടെ എൻ്റെ കൂടെ നിൽക്കാം. എനിക്കൊരു കൂട്ടുമാകും. അവിടെ ഒറ്റയ്ക്ക് കഴിയണ്ട. ഇവിടെയാകുമ്പോൾ എൻ്റെ ഇഷ്ടവും എൻ്റെ ചേട്ടൻ്റെ ഇഷ്ടമാണ്. വീട്ടുകാർക്ക് ഒരു കുഴപ്പമില്ല. നീ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് പറഞ്ഞു. ഞാൻ കുറേ ആലോചിച്ചു. അപ്പോഴേക്ക് ചേച്ചിയുടെ ഭർത്താവിനെ വിളിച്ചു. മോളെ, നീങ്ങി പോര്. നിനക്കിവിടെ അതേ സാലറിയിൽ നല്ല ജോലി വാങ്ങിച്ചു തരാം. ഒരു പ്രശ്നവുമില്ല. ഇവിടെ നിനക്ക് വിദേശത്ത് പോകണമെന്നുണ്ടെങ്കിൽ പോവുകയും ചെയ്യാം. നീ ഞങ്ങളോട് വന്ന് താമസിക്കേ. ദേ ഇവിടെ ഒറ്റമുറി ഒഴിഞ്ഞു കിടപ്പുണ്ട്. ഞങ്ങൾ 2 ബെഡ്റൂം ഫ്ലാറ്റല്ലേ. എൻ്റെ കുഞ്ഞിങ്ങി പോര് എന്ന് പറഞ്ഞ് പുള്ളി വാത്സല്യത്തോടു കൂടി സംസാരിച്ചു. എൻ്റെ ചേച്ചിയുടെ ഭർത്താവ് അതീവ സുന്ദരനാണ്. അതുമാത്രമല്ല കുഞ്ഞെ, മോളെ, ചക്കര എന്നൊക്കെ പറഞ്ഞ് വളരെ വാത്സല്യത്തിലാണ് സംസാരിക്കുക. പണമുള്ള ആളാണ്, നല്ല കുടുംബത്തിലെ ആളാണ്. പക്ഷേ കുട്ടികൾ ഉണ്ടാകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ വീട്ടുകാരുടെ സ്വഭാവവും ആവശ്യമില്ലാത്ത തലക്കനമൊന്നും ചേട്ടനോട്ട് ഇഷ്ടവുമല്ല. അങ്ങനെ ചേട്ടൻ്റെയും ചേച്ചിയുടെയും ക്ഷണം സ്വീകരിച്ച് ഞാൻ ചെന്നൈയിലേക്ക് വന്നു. ചേട്ടൻ ഒരു 2 ആഴ്ചക്കുള്ളിൽ തന്നെ എനിക്ക് നല്ലൊരു ജോലി വാങ്ങിച്ചു തരികയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ അവിടെ സന്തോഷത്തോടെ കഴിയുകയാണ്. ചേട്ടൻ്റെയും ചേച്ചിയുടെയും ചികിത്സ പോകുന്നുണ്ട്. അതിൽ കുറച്ച് കുഴപ്പം ചേട്ടനുണ്ട്. പിന്നെ ചേച്ചിക്ക് നല്ല കുഴപ്പങ്ങളൊക്കെ ഉണ്ട്, PCOD. അങ്ങനെ അതിന് ട്രീറ്റ്മെൻറ്റൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ശുഭവാർത്ത ഉണ്ടാകുമെന്ന് അവരിടയ്ക്കിടെ പറയും. ഇടയ്ക്ക് ദുഃഖവുമുണ്ട്. എങ്കിലും പണം നന്നായിട്ടുണ്ട്, മറ്റ് സൗകര്യങ്ങളുണ്ട്. ക്ലൈമറ്റ് മാത്രമാണ് ഇത്തിരി മോശം. അത് പ്രശ്നമില്ല. അങ്ങനെ പൊയ്ക്കൊണ്ട് കഴിഞ്ഞപ്പോഴേക്കും ഒരു ദിവസം രാത്രി ചേട്ടൻ ഏതോ പാർട്ടി കഴിഞ്ഞിട്ട് തനിയെ വന്നു. സാധാരണ ഞങ്ങളെല്ലാം കൂടെ പോകാറുണ്ട് പാർട്ടിക്കൊക്കെ. അന്ന് പുള്ളി എന്തോ ഒഫീഷ്യലി പാർട്ടി കഴിഞ്ഞ് വരികയാണ്. മൂക്കുമുട്ട കുടിച്ചിട്ട് പുള്ളി കാലിടറിയാണ് വന്നത്. വന്നു കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്ക് ഭയങ്കര സെൻറ്റിമെൻറ്റ്സ് ആയിരുന്നു. അന്ന് ചേട്ടന് തനിനിറം എനിക്ക് മനസ്സിലായി. ചേച്ചിയെ കുറ്റപ്പെടുത്തി ഒത്തിരി സംസാരിച്ചു. ചേച്ചി ഒന്നും മിണ്ടാൻ പോയില്ല. എന്നെ കണ്ണിറക്കി കാണിച്ചു കുടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണെന്ന്. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അടുത്ത്
വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചു. എൻ്റെ മോളെ, ഞാൻ ഇവളെ പറഞ്ഞത് എൻ്റെ ദുഃഖം കൊണ്ടാണ്, ഇവളുടെ ശ്രദ്ധക്കേട് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറ്റിയത്. ഞങ്ങൾക്കൊരു കുഞ്ഞ് ആദ്യം ഉണ്ടായതാണ്. ഇവളോട് ഞാൻ പറഞ്ഞതാണ് ഓടിച്ചാടി നടക്കരുതെന്ന്. അത് അബോർഷനായിപ്പോയി മോളെ. അത് കഴിഞ്ഞതിൽ പിന്നാണ് ഇങ്ങനെയെല്ലാം ഉണ്ടായതെന്നൊക്കെ പറഞ്ഞ് ചേച്ചി കുറ്റപ്പെടുത്തി സംസാരിച്ചു. അപ്പം ചേച്ചി പറഞ്ഞു, ശരിയാണ്, പക്ഷെ എന്ത് ചെയ്യാനാ, ഇപ്പം നമുക്ക് രണ്ടുപേർക്ക് കുഴപ്പങ്ങളില്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും നീ കയറിപ്പോടി, ഞാൻ എൻ്റെ മോളുമായിട്ട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. ഇത്തിരി കഴിഞ്ഞപ്പോൾ ചേച്ചിയും തനിനിറം പുറത്തെടുക്കാൻ തുടങ്ങി. നിങ്ങൾ കുടിച്ചിട്ട് വന്നിട്ട് എൻ്റെ തോളെ കയറാമെന്ന് വിചാരിക്കേണ്ട, നിങ്ങൾക്ക് നല്ല കുഴപ്പമുണ്ട്, കുടി ആദ്യം നിർത്തുക എന്നൊക്കെ പറഞ്ഞ് ചേച്ചി ബെഡ്റൂമിൽ പോയി കഥ കടച്ചു. ഇടയ്ക്ക് തുറന്നിട്ട് പറഞ്ഞു, ആ ഇനി എന്തായാലും ഇങ്ങോട്ട് വരണ്ട, അവിടെ സോഫയിൽ കിടന്നു, നീ പോയി കിടക്കടി. അങ്ങയുടെ കിന്നാരം കേൾക്കാതെ നാളെ രാവിലെ കെട്ടൊന്ന് വിടട്ടെ, ആ സമയത്തുണ്ട്, ഞാൻ അങ്ങനെ തോളെ കയറ്റുന്നുണ്ട് എന്ന് പറഞ്ഞ് ചേച്ചി പെട്ടെന്ന് കഥ കടച്ചാൻ കിടന്നു. അപ്പോഴേക്കും ചേട്ടൻ പറഞ്ഞു, ഇവളിങ്ങനെയാണ്, ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് തുറന്ന് ഞാൻ എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവളന്ന് ബന്ധാണ്, എല്ലാം അടച്ചു പൂട്ടിക്കിടക്കും. ഞാൻ മോളെ ദേ ഈ സോഫയിലാണ് കിടക്കുന്നത് എന്ന് പറഞ്ഞു. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും പുള്ളി പെട്ടെന്ന് എൻ്റെ ദേഹത്തേക്ക് ചാഞ്ഞു. ആ കുടിച്ചിട്ടല്ലേ എന്ന് വെച്ചിട്ട് ഞാനൊന്നും മിണ്ടിയില്ല. ഇത്തിരി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ എങ്കിൽ ഒരു കാര്യം ചെയ്യേ, ചേട്ടൻ പോയി എൻ്റെ മുറിയിൽ കിടക്കും, ഞാനാണെങ്കിൽ ഇവിടെ സോഫയിൽ കിടന്നോളാന്ന്. അപ്പോഴേക്കും പുള്ളി എന്നെ ചുറ്റി പിടിച്ചോണ്ട് പറഞ്ഞു, ഇല്ല ഞാൻ ഈ സോഫയിൽ കിടന്നോളാം, നീ ഇത്തിരി കൂടി കഴിയുമ്പോൾ പോയി കിടന്ന മോളെ. ചേട്ടൻ ചോറ് വേണ്ടോ? വേണ്ട വേണ്ട, ഞാൻ കഴിച്ചതാ. ഇത്തിരി കഴിഞ്ഞപ്പോൾ പുള്ളി കണ്ണു തുറന്ന് എൻ്റെ മുഖത്ത് നോക്കി. എന്നിട്ട് എന്നോട് പറയുകയാണ്, മോളെ നീ സത്യം പറഞ്ഞാൽ ഒരു പാവമാണ്, നല്ല സൗമ്യ സ്വഭാവക്കാരി. നിൻ്റെ ചേച്ചി അങ്ങനെയല്ല, ഒരു താടകയാണ്. അയ്യോ ചേട്ടാ, എന്തൊരു വൃത്തികേടാ ചേട്ടനീ പറയുന്നത്, ഇങ്ങനൊരു വാക്ക് പറയാൻ കൊള്ളാമോ? പിന്നെ ഞാൻ എന്ത് ചെയ്യണം? അവൾ എന്നോട് ചാടത്തുള്ളത് നീ കേട്ടില്ലേ? അല്ല ചേട്ടൻ തന്നെയല്ലേ അങ്ങോട്ടോ ഒന്ന് കുത്തി പറഞ്ഞത്. അപ്പം ചേച്ചി പറഞ്ഞു, അത്രയേ ഉള്ളൂ. എന്നാലും നിൻ്റെ ചേച്ചിയല്ലേ, നീ അനുകൂലിക്കും. പക്ഷേ ഞാൻ പറയുന്നത് അങ്ങനല്ല. നീ എന്തൊരു സുന്ദരിയാണ്, നിൻ്റെ ചുണ്ടിന് ഇത്രയും ചുവപ്പ് നിറം എവിടെ നിന്ന് കിട്ടിയതാണ്? നീ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞ് പുള്ളി എൻ്റെ ചുണ്ടിൽ ഒന്ന് കൈവച്ചു. ഞാൻ കൈ തട്ടി മാറ്റി. അപ്പോഴേക്കും പുള്ളി, എന്താ നിനക്ക് എന്നെ ഇഷ്ടമല്ലേന്ന്? അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടൻ അതിര് കിടക്കുന്നു, എന്താ ചെയ്യുന്ന വല്ല ആലോചനയുണ്ടോ? ഞാൻ ചേട്ടൻ്റെ ഭാര്യയുടെ അനിയത്തിയാണ്, അല്ലാതെ ഭാര്യയല്ലെന്ന്. അപ്പോഴേക്കും ചേട്ടൻ എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, നീയാണ് എൻ്റെ ഭാര്യയെങ്കിൽ ഞാൻ പുണ്യം ചെയ്തേനെയും, നിന്നെപ്പോലൊരു സുന്ദരിയെ കിട്ടാനുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ല. നിൻ്റെ ചേച്ചിയേക്കാൾ 100 ഇരട്ടി നീ സുന്ദരിയാണ്. ചേട്ടന് കള്ള് കുടിച്ച് ബോധമല്ല പോയി കിടക്കുകയാണ്, ഞാൻ എൻ്റെ റൂമിലേക്ക് പോകുന്നെന്ന് പറഞ്ഞ് ഞാൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചേട്ടനാണെങ്കിൽ എന്നെ പിടിച്ച് വലിച്ച് ഇട്ടു. മാഡം അത് കഴിഞ്ഞ ശേഷം എന്നോട് കൂടുതൽ അടുത്ത് പെരുമാറി. ഞാൻ അത് പ്രതീക്ഷിച്ചതല്ല. എനിക്ക് വല്ലാത്തൊരു ഷോക്കിംഗ് ആയിട്ടുള്ള അനുഭവമായിരുന്നു അത്. ഇളനീർക്കുടങ്ങൾ ഉടഞ്ഞതുപോലൊരു ഫീലിംഗ്. കൈവിരലുകൾ അദ്ദേഹം മന്ത്രജാലക്കാരനെ പോലെ ചലിപ്പിക്കുന്നു. എനിക്കാണെങ്കിൽ ഇരിക്കപ്പുറത്തിയില്ല. ഞാൻ പെട്ടെന്ന് തന്നെ ചേച്ചി ചേച്ചി ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് ഉറക്ക വിളിച്ചു. പക്ഷേ ഞാൻ പെട്ടെന്ന് എഴുന്നേക്കാൻ ശ്രമിച്ചിട്ട് പറ്റിയില്ല. അതുമാത്രമല്ല, പുള്ളിക്ക് ഞാൻ ചേച്ചി ചേച്ചി എന്ന് വിളിച്ചിട്ടൊന്നും യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളുമില്ല. പുള്ളിക്കാരൻ അദ്ദേഹത്തിൻ്റെ അതിർത്തികൾ താണ്ടി താണ്ടി പോയിക്കൊണ്ടിരുന്നു. ഞാൻ ചേച്ചി എന്നുറക്ക വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി പെട്ടെന്ന് കഥ തുറന്നു വന്നു. ചേച്ചി ആ രംഗങ്ങൾ കണ്ടു. കാരണം അങ്ങയുടെ മുഖം വേറെ, എനിക്കത് പറയാൻ പറ്റില്ല, വേറൊരവസ്ഥയിലായിരുന്നു. ചേച്ചി പെട്ടെന്ന് ചാടി വന്ന് അങ്ങയുടെ പുറത്തിട്ട് 2 ഇടി ഇടിച്ചു. അത് കഴിഞ്ഞ ശേഷം പിടിച്ചു വലിച്ചു മാറ്റി. ആ നീ പോയി കിടന്നുറങ്ങ് ചേച്ചി, ഞാനല്ല ചേട്ടനാണ്. അതൊന്നും സാരമില്ല, കള്ളു കുടിച്ച് ചേട്ടന് പിന്നെ ബോധമില്ല, അതുകൊണ്ടാണ്, നീ പോയി കിടന്നുറങ്ങും, ഇതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് പിടിച്ചു വലിച്ചുകൊണ്ടങ്ങ് പോയി. മാഡം എനിക്ക് അത്ഭുതമായിരുന്നു ഇങ്ങനൊരു സംഭവം കണ്ടിട്ട്. ചേച്ചി അതിനെ നിസ്സാരവൽക്കരിച്ചു. വലിയ കാര്യമൊന്നുമില്ല, വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളാണെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാക്കിയേനെ. പക്ഷെ ചേച്ചിക്ക് അങ്ങനൊരു പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും ചേച്ചി ഭർത്താവിൻ്റെ തലയിൽ കിള്ളിക്കൊണ്ട് വെച്ചു. നിങ്ങൾക്ക് ഇന്നലെ എന്തായിരുന്നു പ്രശ്നം? ഇന്നലെ എന്താ ഇവിടെ പറഞ്ഞെന്ന് കാണിച്ചെന്ന് അറിയാമോ? കൊച്ചിനെ നിങ്ങൾ ഇന്നലെ എന്താ കാട്ടിയത്? അപ്പോൾ പുള്ളി, അയ്യോ ഞാൻ എന്ത് ചെയ്തു? ഒന്നും അറിയില്ല, ഇള്ളക്കുട്ടി, നിങ്ങളിതെല്ലാം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ എന്താ പറഞ്ഞത്? എന്നേക്കാൾ 100 മടങ്ങ് സുന്ദരിയാണ് എൻ്റെ അനിയത്തിയെന്ന്. അപ്പോൾ ഈ മോഹം പണ്ടേ നിങ്ങൾക്കുള്ളിലുണ്ട്.
എപ്പോഴും പറയും നീ അന്യനാട്ടുകാരനെ കല്യാണം കഴിച്ചത് ശരിയായില്ല, അല്ലെങ്കിൽ അവരോട് ജീവിച്ചത് ശരിയായില്ല, നിനക്ക് വേണ്ടത് സുന്ദരനായ ഒരു മലയാളിയാണെന്നും. നിങ്ങളാണോ മനുഷ്യ ആ സുന്ദരനായ മലയാളി? ചേട്ടത്തി അനിയത്തി ഒന്നിച്ച് കെട്ടാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. പുള്ളിയാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല, ഇഡലി വാരി കഴിക്കുകയാണ്. ചേച്ചി എന്തൊക്കെയാണ് പുള്ളിയോട് പറഞ്ഞത്? തോന്നിയസങ്ങളൊക്കെ പുള്ളിക്കാരന് ഓർമ്മയില്ലാതെ ചെയ്താകും. ഓർമ്മയില്ലാതെ ചെയ്താൽ ഇങ്ങനെ ഇന്നലെ വലിയ ഫിറ്റൊന്നും ആയിരുന്നില്ല. ഇങ്ങേർക്ക് നല്ല ഓർമ്മയുണ്ട്. മനഃപൂർവ്വമാണ് ഒരു സീൻ ക്രിയേറ്റ് ചെയ്തത് നിന്നോട് അടുക്കാൻ വേണ്ടിയിട്ട്. ചേച്ചി എന്തായി ചേച്ചി പറഞ്ഞത്? ചേച്ചിയുടെ ജീവിതം നശിപ്പിക്കാൻ വന്നോളല്ല ഞാൻ. നീ ഒന്ന് പോടി, സെൻറ്റിമെൻറ്റ്സ് പറയാതെ. ഇന്നലെ നിങ്ങൾ കുടിച്ചിട്ട് വന്നപ്പോൾ നിങ്ങൾക്ക് ബോധമില്ലായിരുന്ന മനുഷ്യ എന്ന് പറഞ്ഞിട്ട് പിന്നെയും തലയിൽ കൊട്ടി. അപ്പോൾ പുള്ളി പറഞ്ഞു കുറച്ച് ബോധം ഉണ്ടായിരുന്നെന്ന്. അപ്പം നിങ്ങൾക്ക് ബോധമുണ്ടായിരുന്നു. നിങ്ങളെല്ലാം കാട്ടിക്കൂട്ടിയതെല്ലാം ഇവളെ ആകർഷിപ്പിക്കാൻ വേണ്ടായിരുന്നു. ചേച്ചി എന്തൊക്കെയാണ് പറഞ്ഞത്? എടി, ഇയാൾക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് തൊട്ടേ അങ്ങനെയാണ്. കല്യാണത്തിന് അന്ന് രാത്രി തന്നെ പറഞ്ഞു നിൻ്റെ അനിയത്തി സുന്ദരിയാണല്ലോ എന്ന്. അന്നേ എനിക്കറിയാം കാളവാല് പൊക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ എന്താണെന്നും. നിന്നോടുള്ള മോഹം നന്നായിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാണ്, നീ കാടും മേടും കയറിപ്പോയി വേറൊരുത്തിൻ്റെ കൂടെ താമസിച്ചു. അതിലെല്ലാം അസൂയ ഇങ്ങേർക്കായിരുന്നു കേട്ടോ. ഇപ്പം എന്തായാലും നിന്നെ കസ്റ്റഡിയിൽ കിട്ടിയില്ലയോ? മോളിങ്ങി വാ, മോക്ക് ഞാൻ ജോലി വാങ്ങിച്ചു തരാം. വന്നപ്പോഴേ വാങ്ങിച്ചു തന്നല്ലോ. അതാണ് ഈ ശുഷ്കാന്തി. ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിലോ ഒരു കുട്ടി ഉണ്ടാകുന്നതിലോ അല്ലെങ്കിൽ എനിക്കൊരു ജോലി വാങ്ങിച്ചു തരുന്നതിലോ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ പോയിട്ടാണ് മോളെ എൻ്റെ ജോലി കണ്ടുപിടിച്ചതും. നീയല്ലേ കേമിയല്ലേ എന്ന് പുള്ളിക്കാരൻ പറയുന്നു. ഇതിവർ ഗൗരവമായിട്ട് സംസാരിക്കുന്നതാണോ അതോ ഇനി വേറെ വല്ല രീതിയിലാണോ എന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. ഞാൻ ചോദിച്ചു ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നിനക്ക് മനസ്സിലായില്ലേ? ഇന്നലെ ഇങ്ങനെ ഇത്തിരി കുടിച്ചു, അത്രയേ ഉള്ളൂ. പക്ഷെ ഇന്നലെ കാണിച്ചത് മുഴുവൻ നാടകമാണ്. നിന്നോട് അടുക്കാനും നിന്നെ ഒന്ന് അറിയാനുമുള്ള ഒരു മോഹം, അതാണ് നടന്നത്. തക്ക സമയത്ത് ഞാനതങ്ങ് കട്ട് ചെയ്തു. പിന്നെ നീ ആണെങ്കിലോട്ട് സഹകരിച്ചുമില്ല. ചേച്ചി പിന്നെയും ചേച്ചി എന്നെ ഇങ്ങനെ കുഴപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കരുത്. അപ്പോൾ ചേച്ചി എന്നോട് വന്ന് പറഞ്ഞു മോളെ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല, ഇങ്ങേർക്ക് നിന്നെ ഇഷ്ടമാണ്, എനിക്ക് അതിൽ അസൂയയുമില്ല. നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. നീ ഇവിടെ നിന്നോ. ഇനി ഇങ്ങേർക്ക് 2 ഭാര്യ എന്ന് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല. നീ എൻ്റെ അനിയത്തിയല്ലേ, ഒരു കുഴപ്പമില്ല. ചേട്ടന് നിന്നെ ഇഷ്ടമാണ്, നിനക്ക് പൂർണ്ണ സമ്മതമാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എന്തുമാകാം. ചേച്ചി ഒന്നും പറയില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഞാൻ എന്തെങ്കിലും പറയും, അത്രയേ ഉള്ളൂ. എന്ന് വെച്ചിട്ട് നീയും ചേട്ടനും തമ്മിൽ അടുക്കുന്നതിൽ എനിക്ക് യാതൊരു വിധത്തിലുള്ള അസൂയയുമില്ല. ചേച്ചിയുടെ ബോധം നഷ്ടപ്പെട്ടോ? എൻ്റെ ബോധവും നഷ്ടപ്പെട്ടില്ല. എൻ്റെ ഭർത്താവ് നിന്നെ പുകഴ്ത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആദ്യ കാലങ്ങളൊക്കെ എനിക്ക് അസൂയ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം ഇങ്ങനെ ഞാൻ അറിഞ്ഞല്ലേ എനിക്ക് എന്താ മോളെ അസൂയ. പിന്നെ കുട്ടികളുമില്ല. പിന്നെ വേറെ ഏതെങ്കിലും ഒരുത്തിൻ്റെ വലയിൽ നീ ചെന്ന് വീഴുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് എൻ്റെ കൺമുന്നിൽ നീ കഴിയുന്നത്. വീട്ടുകാരോ അക്സെപ്റ്റ് ചെയ്യില്ല, ഞങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പം ചേട്ടന് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഓക്കെ എന്നായിരുന്നു. അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു അവൾക്ക് നിങ്ങളെ ഇഷ്ടമാണെങ്കിൽ മാത്രം അവളെ നിർബന്ധിക്കാനോ ഉപദ്രവിക്കാനോ ഒന്നും പോകാൻ പാടില്ല. അവൾക്ക് നിങ്ങളോട് ഇഷ്ടം തോന്നുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ലെന്ന്. ഇനി ഞാൻ നിന്നോട് പറയാണ്, നിനക്ക് ഇഷ്ടമാണ്, 2 പേർക്ക് സമ്മതമാണെങ്കിൽ നമുക്ക് ഒരു പ്രശ്നവുമില്ല. നീ ഇപ്പം തൽക്കാലം വേറൊരുത്തിനെ കണ്ടുപിടിച്ച് കല്യാണം കഴിച്ച് ഇവിടെ ഇനിയും കുളമാക്കണ്ട. അതുകൊണ്ട് തൽക്കാലം ഒന്നുകിൽ നിനക്ക് ഇഷ്ടമാണെങ്കിൽ അത് തുടരാം, ബന്ധമായിട്ട് കൊണ്ടുപോകാം. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ നിനക്കിവിടെ സാധാരണ പോലെ താമസിക്കാം. ചേട്ടൻ ചില സമയത്ത് കുസൃതി എടുക്കുന്നുള്ള അല്ലാതെ നിന്നെ ഉപദ്രവിക്കാനൊന്നും വരില്ല എന്ന് പറഞ്ഞു. ഞാനത് കിട്ട വണ്ടടിച്ചു പോയി. എൻ്റെ ചേച്ചിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുമോ? എന്തൊരു മാറ്റമാണ്. ഇവർ തമ്മിൽ വേറെന്തൊക്കെയോ അഡ്ജസ്റ്റ്മെൻറ്റുകളില്ലേ എന്നെനിക്ക് തോന്നിപ്പോയി. ചേച്ചി പറഞ്ഞു നീ തല പൊണ്ണാക്കണ്ട, നിനക്ക് നല്ല സ്വാതന്ത്ര്യമുണ്ട്, മൈൻഡ് റിലാക്സ് ആയിട്ട് വെക്ക്. ചേട്ടന് ഇഷ്ടമാണെങ്കിൽ നീ ഒരു പ്രശ്നവുമില്ലാതെ അടുത്തിടപഴകിക്കോ, ചേച്ചിക്ക് അത് ഇഷ്ടമാണ് മോളെ എന്ന് പറഞ്ഞ് ചേച്ചി എന്നെയും പ്രോത്സാഹിപ്പിച്ചു. പിന്നെ ആദ്യമൊക്കെ എനിക്കിത്തിരി സങ്കോചമുണ്ടായിരുന്നെങ്കിലും പിന്നെ ഞാനും ചേട്ടൻ വൈകിട്ട് വരുമ്പോൾ അടുത്ത് ചെന്നിരിക്കാൻ തുടങ്ങി. ചേട്ടൻ ചില കുസൃത്തരങ്ങൾ കാണിക്കാൻ തുടങ്ങി. എന്നെ ചേച്ചിയുടെ മുന്നിൽ വെച്ച് ലാളിക്കുകയും മുത്തം കൊണ്ട് മൂടുകയൊക്കെ ചെയ്യും. അപ്പോൾ ചേച്ചിയും സാരമില്ല എന്നുള്ള മട്ടിൽ കണ്ണടച്ച് കാണിച്ചിട്ട് ആ രംഗത്തുനിന്ന് അങ്ങ് പോകും. ഒരു ദിവസം ചേച്ചി തന്നെയാണ് പറഞ്ഞത്, മോളെ ഇന്ന് ചേട്ടൻ അങ്ങോട്ട് വരും. ഇന്നെൻ്റെ മോള് പഴയ അവനെയൊക്കെ അങ്ങ് മറക്കണം, ജീവിതത്തിലുണ്ടായ പരാജയങ്ങൾ മറക്കണം. ഇന്ന് നമ്മൾ 2 പേരും ഇടവും വലവും ഒരു ഭർത്താവിന് സ്വന്തമാകുകയാണെന്ന് വിചാരിക്കണം. മോളിന്ന് ആദ്യമായി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു കയറുകയാണെന്ന് വിചാരിക്കണം. ചേട്ട വരുവേ എന്ന് പറഞ്ഞു. അന്ന് എനിക്ക് നാണമുണ്ടായിരുന്നു, എനിക്ക് ഇത്തിരി മാനവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ചേട്ടൻ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി പിടിപ്പത് സ്വത്താണ് ചേട്ടൻ എനിക്ക് തന്നത്. ആ കാര്യത്തിലൊരു പരിഗണന നൽകി വിട്ടുതരാൻ ചേച്ചിയും തയ്യാറായല്ലോ. ചേച്ചിക്ക് ഞാൻ നന്ദി പറഞ്ഞു. അന്ന് ഞാൻ ഒത്തിരി വായ്ക്കുരവുകൾ ഇട്ടു.
ഇഷ്ടപ്പെട്ടു. എൻ്റെ ജീവിതത്തിൽ അന്ന് എനിക്ക് മനസ്സിലായി, അന്യനാട്ടുകാരനല്ല, മലയാളി തന്നെയായിരുന്നു എനിക്ക് വേണ്ടത്. ഞാൻ തിരഞ്ഞെടുത്തത് സൗന്ദര്യം കൊണ്ടാണെങ്കിൽ പോലും അത്ര നല്ല ചോയ്സ് ആയിരുന്നില്ല. അതിലും എത്രയോ എത്രയോ മികച്ചത്, ഇതിലും മികച്ചത് സ്വപ്നങ്ങളിൽ മാത്രം എന്നുള്ള അനുഭവമായിരുന്നു എനിക്ക്. പിറ്റേ ദിവസം ചേച്ചി എന്നോട് ചോദിച്ചു, നീ ഓക്കെ ആണോ എന്ന്. ഞാൻ ഒന്ന് ചിരിച്ചു. ചേച്ചി പറഞ്ഞു, നീ ഡബിൾ ഓക്കെ ആകുമെന്ന് എനിക്കറിയാം. കാര്യം എൻ്റെ ചേട്ടനെ വെല്ലാൻ ആരുമില്ല. ചേച്ചി, ചേട്ടനിങ്ങനെ ഇൻട്രസ്റ്റ് വരുമ്പോൾ ചേച്ചി എല്ലാത്തിനും അയഞ്ഞു കൊടുക്കാറുണ്ടോ? ചേട്ടന് മറ്റു ബന്ധങ്ങളുണ്ടോ? ഇല്ലടി, അങ്ങനൊന്നുമില്ല. ഞങ്ങൾ പക്ഷേ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യും. ചേട്ടൻ അതിലൊന്നും ഒരു പ്രശ്നവുമില്ല. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തരം നിയന്ത്രണങ്ങളൊന്നും വെച്ചിട്ടില്ല. എന്ന് വെച്ചിട്ട് ഞങ്ങളൊരു കുഞ്ഞിനു വേണ്ടി ശ്രമിക്കുന്നല്ലാതെ അന്യ ഒരാൾ ഞങ്ങളുടെ ബന്ധത്തിൽ കടന്നു വന്നിട്ടില്ല. നിന്നെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് നീ എൻഗേജ്ഡ് ആയിരുന്നല്ലോ. ഇപ്പം നീ ഫ്രീ ആയപ്പോൾ വന്നോട്ടെ എന്ന് വിചാരിച്ചു. ഇനിയിപ്പം നിനക്ക് മറ്റൊരു പ്രണയമോ ജീവിതമൊക്കെ ഉണ്ടാകുന്നവരെ അവിടെ നിൽക്കടി, ഒരു പ്രശ്നവുമില്ല. നമ്മളിതൊന്നും ആരോടും പറയണ്ട. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അത്രയല്ലേ ഉള്ളൂ. നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, എൻജോയ് ചെയ്യാം എന്ന് പറഞ്ഞു. ചേച്ചിയുടെ സമ്മതം കൂടിയായി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഞങ്ങളുടെ ജീവിതം ഒരു ത്രികോണ പ്രണയകഥ പോലെയായിരുന്നു. ഒരിക്കൽ പോലും ഞാനും ചേച്ചിയും ചേട്ടനും തമ്മിൽ വഴക്കുണ്ടാക്കുകയോ അസൂയയോ ഒന്നുമില്ല. പക്ഷേ ഇതിനിടയ്ക്ക് മാഡം എനിക്ക് അബദ്ധം പറ്റി. കാര്യം ചേച്ചി പറഞ്ഞത് ചേട്ടനും അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല, അതുകൊണ്ട് ഒന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല മോളെ, അതിനുള്ള കഴിവൊന്നും അയാൾക്കില്ലെന്ന്. പക്ഷേ കുറച്ച് എൻജോയ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴേക്കും എനിക്കാണ് അക്കിട് പറ്റിയത്. എൻ്റെ ഡേറ്റ് തെറ്റി. ഞാൻ ചേച്ചിയോട് പറഞ്ഞപ്പോൾ ചേച്ചി മൂക്കത്ത് വിരൽ വെച്ചു. അങ്ങനെ സംഭവിക്കില്ല, അസംഭാവ്യം എന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്കത് ഫലിക്കുകയും ചെയ്തു. ചേട്ടൻ ഞെട്ടിപ്പോയി, ചേച്ചി ഞെട്ടിപ്പോയി. ചേച്ചി പിന്നെ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും മോളെ, എന്തായാലും നീ ഇവിടെ അങ്ങ് നിൽക്ക്, ഇതങ്ങ് കണ്ടിന്യൂ ചെയ്യും. ഈ കുട്ടി നിൻ്റെ ഭർത്താവിൽ നിന്നുണ്ടായതാണെന്ന് പറയുക, പിന്നീട് അവനുമായിട്ട് പിരിഞ്ഞു എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ നാട്ടുകാർക്ക് വീട്ടുകാർക്കൊക്കെ വിശ്വാസമാകും. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഇവിടെ വന്ന് ഇങ്ങനെ ഉണ്ടായതാണെന്നൊന്നും ആരും അറിയണ്ട. നമുക്ക് ഒരു കുട്ടിയുമാകും, ഇവിടെ കഴിയാമെന്ന് പറഞ്ഞു. എനിക്കത് കേട്ടപ്പോൾ നല്ല ഭയമുണ്ടായിരുന്നു. പക്ഷെ ചേച്ചി പറഞ്ഞു, ഒരു പ്രശ്നമില്ല, നിൻ്റെ ഭർത്താവ് തന്നെയാണ് ചേട്ടൻ, അതുകൊണ്ട് നമുക്ക് നമ്മുടെ കുട്ടിയെ വേണം എന്ന് പറഞ്ഞു. ഇതിനിടയ്ക്ക് ഒരു ദിവസം ഞാൻ ചേച്ചിയോട് ചോദിച്ചു, അല്ല ചേച്ചി, ഇത്രയൊക്കെ നിങ്ങൾ ട്രീറ്റ് ചെയ്തു, എല്ലാം എടുത്ത് കുത്തിവയ്പ്പ് പോലെ പോലും ചെയ്തിട്ടുണ്ടെന്നാണ് ചേച്ചി പറഞ്ഞത്. ഒരു വട്ടം മാത്രമേ ആദ്യകാലങ്ങളിൽ ഇങ്ങനെ ചേച്ചിക്ക് സംഭവിച്ചിട്ടുള്ളൂ. പിന്നീട് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടൊന്നും സക്സസ് ആയില്ല. ഇല്ല മോളെ, ഒന്നും ഉണ്ടായില്ല. എല്ലാം തരിച്ചു നിലം പോലെയായിരുന്നു. ഇപ്പോൾ ചേച്ചിയുമായിട്ട് ചേട്ടന് സജീവമായ കാര്യങ്ങളൊക്കെ ഇല്ലേ? ഉണ്ടല്ലോ, നീ കാണുന്നതല്ലേ. ഒരു ദിവസം നിൻ്റെ അടുത്ത് വന്നാൽ അടുത്ത ദിവസം ചേട്ടൻ എൻ്റെ അടുത്തല്ലേ വരുന്നത്. അപ്പോൾ എനിക്ക് മാത്രം സംഭവിച്ചു, ചേച്ചിക്ക് സംഭവിച്ചില്ല. അപ്പോൾ ചേച്ചി പറഞ്ഞു, അതൊക്കെ ശരിയായിരിക്കും മോളെ, ഓരോ ലീലാവിലാസങ്ങളും ഓരോരുത്തരുടെ ശരീരം ഓരോ രീതിയിലായിരിക്കുമെന്ന്. ചേട്ടൻ വന്നപ്പോൾ ഞങ്ങളത് ചർച്ച ചെയ്തു. അപ്പോൾ ചേട്ടൻ ഇത്തിരി കഴിഞ്ഞപ്പോൾ പറയുകയാണ്, എടി, എത്ര ശ്രമിച്ചിട്ടും നമുക്കൊരു കുട്ടി ഉണ്ടായില്ല. പക്ഷേ അവളും ഞാനും തമ്മിൽ ഒന്ന് ചേർന്നിരുന്നപ്പോൾ തന്നെ കാര്യങ്ങൾ സക്സസ് ആയി. അപ്പം നീ പറഞ്ഞു തന്നെയാണ് ശരി, ഓരോ വ്യക്തിക്കും ഓരോ രീതിയിലാണ്. അങ്ങനെയാണെങ്കിൽ സനുവിനെ ഞാൻ ഇങ്ങോട്ട് വിളിക്കട്ടെ, നിൻ്റെ കാര്യത്തിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ചിലപ്പോൾ നിനക്ക് എന്തെങ്കിലും മിറക്കിൾ സംഭവിച്ചാലോ. ഒന്ന് പോ മനുഷ്യ, അങ്ങനൊന്നുമില്ലെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ആരാ സനു? അതിവിടെ ഒരു ആരാധകനാണ്, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളാണ്. ഇവളെ പുകഴ്ത്തി പുകഴ്ത്തി പറയുകയാണ്. അവനാണെങ്കിൽ ഇവളെ ഒരു കണ്ണോട്ടം ഉണ്ട്. പിന്നെ ഞാനത് കണ്ടില്ല എന്ന് വെച്ചു. ഇവളും ഈ പറഞ്ഞതുപോലെ ശീലാവ ചമഞ്ഞിരിക്കുകയാണ്. എങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയും, സനു സുന്ദരനാണെന്ന്. അവനാണെങ്കിൽ അവൻ്റെ ഭാര്യയെക്കാട്ടിൽ ഇഷ്ടം ഇവളോടാണ്. നീ ഒരു ദിവസം വന്ന് കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട് ചേട്ടാ. അങ്ങേർക്ക് ചേച്ചി ഇഷ്ടമാണോ? ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കൊരു കാര്യം ചേച്ചി, ചേട്ടൻ സമ്മതം തന്നല്ലേ, ചേച്ചി അയാളൊന്ന് വളയ്ക്കാൻ ശ്രമിക്കുക. നമ്മളതൊന്നും അറിയുന്നതാണെന്ന് വിചാരിക്കണ്ട. ചേച്ചി അയാളെ പുറത്തോടെ വെച്ചെങ്കിലും ഒന്ന് മീറ്റ് ചെയ്യേ, എന്നിട്ട് ചേച്ചി ഒന്ന് നോക്ക് സക്സസ് ആകുമെന്നോ. അതൊന്നും വേണ്ടെന്ന് ചേച്ചി പറഞ്ഞു. അല്ല, ചേച്ചി വന്നിട്ട് സ്വന്തം ഭർത്താവിൻ്റെ കാര്യത്തിലേക്ക് എന്നെ തള്ളിയിട്ടു. അപ്പോൾ ചേച്ചിക്ക് ഇത് പരീക്ഷിച്ച് നോക്കരുതോ? ചേച്ചി പോ, എന്തായാലും ഇവിടെ ഇപ്പോൾ സദാചാരം ഒന്നുമില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചേട്ടനും അതിനെ പിന്താങ്ങി. അങ്ങനെ ചേച്ചി സനുവിനെ വിളിച്ച് ഫോണിൽ സംസാരിക്കാൻ തുടങ്ങി. അവനാണെങ്കിൽ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ പുറത്ത് വെച്ച് കാണാം, സ്ഥലമുണ്ടോ എന്നൊക്കെ ചേച്ചി അങ്ങോട്ട് ചോദിച്ചു. ഉണ്ട്, ചേട്ടൻ അറിയരുത്, പിന്നെ എൻ്റെ അനിയത്തിയുണ്ട്, ആരും അറിയരുത്, അവളിപ്പോൾ ഗർഭിണിയാണ്, ഭർത്താവായിട്ട് പിണങ്ങി വന്നിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. ഇവിടുത്തെ കാര്യങ്ങളൊന്നും പറയാതെ എല്ലാം പറഞ്ഞിട്ടാണ് ചേച്ചി പോയത്.
ചേച്ചി ഒരു ഉച്ചയ്ക്ക് പോയിട്ട് വൈകിട്ട് 7 മണിയായപ്പോൾ ആലസ്യത്തിൽ മയങ്ങി വന്നു. പിന്നീട് കൂടുതലും സനുവുമായിട്ടുള്ളൊരു ട്രാക്ക് ചേച്ചി തുടർന്നു പോയി. ഞാനാണെങ്കിൽ പിന്നെ റെസ്റ്റിലുമായിരുന്നു. എന്തായാലും ചേട്ടനും ചേച്ചിയുമനെ ഒത്തിരി ശ്രദ്ധിച്ചു. മാഡം, 2-3 ആഴ്ചയ്ക്ക് മുമ്പ് ചേച്ചിക്കും ശുഭവാർത്തയുണ്ടായി. ചേച്ചിയുടെ കാര്യവും സക്സസ് ആയി. ഇപ്പോൾ ഞങ്ങൾ 2 പേരും ഒരേ അവസ്ഥയിലാണ്. 2 പേരും ഓരോ കുട്ടികളെ പ്രതീക്ഷിക്കുന്നു. ചേച്ചിക്ക് സന്തോഷമായി, എനിക്ക് മാത്രമാണ് ഇത്തിരി ദുഃഖം. എന്നാലും ചേട്ടനെ വിട്ടുപിരിയാൻ എനിക്ക് പറ്റില്ല. ചേട്ടൻ ഇനി എപ്പോഴും 2 ഭാര്യമാരായിരിക്കും. ലീഗലി ഈ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് അദ്ദേഹത്തിന് വരാൻ പറ്റുമോ മാഡം? നിയമത്തിൻ്റെ നൂലാമാലകളൊക്കെ ഇല്ലേ? എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് എനിക്കറിയില്ല. ഇത്രയും തരികടകളൊക്കെ കാണിച്ചിട്ട് ഇനിയിപ്പോൾ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് എന്നോട് വെച്ച് ഞാൻ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ലീഗലായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ പിടിയൊന്നുമില്ല. എന്തായാലും 2ാമത് ഒരു കല്യാണം കഴിക്കാൻ ആർക്കും അനുവാദമില്ല, ലീഗലായിട്ട് പറ്റില്ല. പക്ഷേ അതെല്ലാം നോക്കുമ്പോഴേക്കും മറ്റൊരാളുടെ ബന്ധം ഉണ്ടാകുക, അതിലൊരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുട്ടിയുടെ അച്ഛൻ ഇങ്ങേരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ലീഗൽ തടസ്സങ്ങളൊന്നുമില്ല. കാര്യം വിവാഹം ചെയ്യാതൊരു കുട്ടി ഒരാളുണ്ടായി, അയാൾ അംഗീകരിക്കുകയും ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നാണക്കേട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാകുക. പിന്നെ ചേട്ടത്തി അനിയത്തിയും കൂടെ ഒരാളുടെ ഭാര്യയായിട്ട് നിൽക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒട്ടും അനുകൂലിക്കാവുന്ന കാര്യമല്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. എന്തെല്ലാം കോംപ്ലിക്കേറ്റഡ് ബന്ധങ്ങളാണ് ഈ ലോകത്ത് നടക്കുന്നത്. അപ്പോൾ അതിന് ചിലപ്പം നിയമത്തിന് മുന്നിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ വാലിഡായിട്ടുള്ള റീസൺസ് കാണും, ചിലപ്പോൾ കാണില്ല. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അനോണിമസ് ആയിട്ട് ഫേസ്ബുക്കിലേക്ക് ഗ്രൂപ്പുകളിൽ, നിയമസഹായ ഗ്രൂപ്പുകളിലെ അതിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി പേര് കമൻ്റ് ഇടും എങ്ങനെയാണത് ചെയ്യേണ്ടതെന്നൊക്കെ അറിവുള്ളവരെ. പക്ഷേ എനിക്ക് ഇതിനെപ്പറ്റി ലീഗലുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് അറിയാത്തതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പക്ഷേ ഈ വിഷയത്തെ ഞാനിട്ട് അനുകൂലിക്കുന്നുമില്ല കേട്ടോ. അതൊക്കെ നിങ്ങളുടെ റിസ്ക്കാണ്, അത്രേ എനിക്ക് പറയാനുള്ളൂ.